ആറന്മുള വിമാനത്താവള പദ്ധതി നടപ്പാക്കാതിരുന്നതാണ് പ്രദേശത്തെ ജനങ്ങൾക്ക് രക്ഷയായതെന്ന് മിസോറാം മുൻ ഗവർണറും BJP നേതാവുമായ കുമ്മനം രാജശേഖരൻ. പമ്പാ നദിയിലെ വെള്ളം പിടിച്ചു നിർത്താൻ ആറന്മുളയിലെ തണ്ണീർത്തടങ്ങൾക്ക് കഴിഞ്ഞു. മറിച്ചായിരുന്നുവെങ്കിൽ പത്തനംതിട്ടയ്ക്ക് പുറമെ മറ്റിടങ്ങളിലും ദുരന്ത സാഹചര്യം ഉണ്ടാകുമായിരുന്നുവെന്നും ആറന്മുള വിമാനത്താവള വിരുദ്ധ സമരസമിതി നേതാവ് കൂടിയായ കുമ്മനം രാജശേഖരൻ പ്രതികരിച്ചു. മണ്ണിട്ട് നികത്തി വിമാനത്താവളം പണിയണം എന്ന് പറയുന്ന ആൾക്കാർക്ക് എന്തുകൊണ്ട് മറ്റ് കൊടുമൺ അല്ലെങ്കിൽ കോന്നി പോലെയുള്ള സ്ഥലങ്ങളിൽ ഉള്ള അവിടെ ഒരു വിമാനത്താവളം പണിയുന്നതിനെക്കുറിച്ച് ആലോചിക്കുന്നില്ല? അവിടെ മണ്ണിട്ട് നികത്തേണ്ട, മല ഇടിക്കേണ്ട, മരങ്ങൾ വെട്ടേണ്ട, ഒരു വിധത്തിലുള്ള പാരിസ്ഥിതിക വിനാശവും ഉണ്ടാകാത്ത സ്ഥലങ്ങളിൽ എന്നാൽ വിമാനത്താവളം പണിയാം എന്നെന്തുകൊണ്ട് അവർ വിചാരിക്കുന്നില്ല? വിവരങ്ങളുമായി ശ്യാമപ്രസാദ് ഒപ്പുചേരുന്നു. ശ്യാമപ്രസാദ്, ആറന്മുള വിമാനത്താവള വിരുദ്ധ സമര സമിതിയുടെ നായകൻ കൂടിയായിരുന്നു കുമ്മനം രാജശേഖരൻ. അദ്ദേഹം ഇപ്പോൾ പറയുന്നു, എന്തുകൊണ്ട് ആറന്മുളയിൽ സാരമായി ബാധിച്ചില്ല വെള്ളപ്പൊക്കം? അതിന് കാരണം ആറന്മുളയിലെ തണ്ണീർത്തടങ്ങളായിരുന്നു എന്നാണ്. വിവരങ്ങൾ കുറച്ച് ലെവൽ കുറച്ചോളാം. മാക്സിമം പ്രധാനമായും വിമാനത്താവള വികസനത്തിൻ്റെ മറവിൽ തന്നെ കോർപ്പറേറ്റുകൾക്ക് ഇടതുവലത് സർക്കാരുകൾ ഈ നിലം നികത്താനുള്ള അനുവാദമെല്ലാം നൽകി മുന്നോട്ട് പോകുന്ന സമയത്ത് തന്നെയായിരുന്നു നമുക്കറിയാം ആറന്മുള സമരനായകൻ കൂടിയായ കുമ്മനം രാജശേഖരൻ്റെ നേതൃത്വത്തിലടക്കം വലിയ പ്രക്ഷോഭങ്ങളെല്ലാം തന്നെ ആറന്മുളയും ഒപ്പം തന്നെ സംസ്ഥാനവും കണ്ടിരുന്ന ഒരു സാഹചര്യം. എന്നാൽ ഇന്ന് വീണ്ടും, അതായത് സംസ്ഥാനത്ത് അടുത്തിടെ കഴിഞ്ഞ ദിവസങ്ങളിലുണ്ടായ അതിതീവ്ര മഴ, തുടർച്ചയായി പെയ്ത 8 മണിക്കൂറിലധികം പെയ്ത അതിതീവ്ര മഴയിൽ പമ്പാ നദിയിലടക്കം വലിയ ജലനിരപ്പ് ഉയർന്നു. പമ്പാ നദിയും അച്ചൻകോവിലാറുമെല്ലാം തന്നെ ജലനിരപ്പ് കരകവിഞ്ഞൊഴുകുന്ന ഒരു സാഹചര്യമുണ്ടായിരുന്നു. അപ്പോഴൊന്നും തന്നെ നിലവിൽ ആറന്മുളയെ കാത്തുരക്ഷിച്ചത് ഈ തണ്ണീർത്തടങ്ങളാണെന്നുള്ള കാര്യങ്ങളാണ് പ്രധാനമായും പറയേണ്ടത്. അതിൻ്റെ വിലയിരുത്തലുകളും പഠന ഏജൻസികളെല്ലാം പുറത്തുവിട്ട കണക്കുകളും ഈ തണ്ണീർത്തടങ്ങൾ തന്നെയാണ് ആറന്മുളയുടെ അല്ലെങ്കിൽ ആറന്മുള എന്ന ഗ്രാമത്തിന് രക്ഷയായെന്ന് തന്നെയാണ് കണക്കുകൾ പറയുകയും ചെയ്യുന്നത്, അല്ലെങ്കിൽ ഭൂമിശാസ്ത്ര പഠനങ്ങൾ സംബന്ധിച്ച കണക്കുകൾ വിശകലനം ചെയ്യുകയും ചെയ്യുന്നത്. ആ തണ്ണീർത്തടങ്ങൾ സംരക്ഷിച്ചത് നന്നായിരുന്നു എന്നുകൂടിയാണ് മിസോറാം മുൻ ഗവർണറും ആറന്മുള സമരസമിതി നായകൻ കൂടിയായ കുമ്മനം രാജശേഖരൻ പറയുകയും ചെയ്യുന്നത്. ഇപ്പോഴുള്ള ജനപ്രതിനിധികൾ, അതായത് MP-ക്കും MLA-ക്കും ഇപ്പോഴും ആവശ്യം അവിടെ വിമാനത്താവള പദ്ധതിയുടെ പറവിൽ കൊണ്ടുവരാൻ നിലനികത്തിയുള്ള കോർപ്പറേറ്റുകൾക്ക് പതിച്ചു കൊടുക്കാനുള്ള ഒരു കച്ചവടമാണ് അവിടെ നടക്കാൻ. അതിന് കോപ്പുകൂട്ടുന്ന തരത്തിലാണ് ഇപ്പോഴത്തെ MP-യും MLA നീങ്ങുന്നതെന്ന് കൂടി കുമ്മനം രാജശേഖരൻ പറഞ്ഞു വെക്കുകയും ചെയ്യുന്നു. ഈ ജനപ്രതിനിധികൾക്ക് ജനങ്ങളോടൊരു പ്രതിബദ്ധതയില്ലെന്ന് കൂടി ചോദിക്കുകയും ചെയ്യുന്നുണ്ട്. പ്രധാനമായും റാന്നിയിലടക്കം അതിതീവ്ര മഴയിലുണ്ടായ ഈ വെള്ളപ്പൊക്കം കൂടി ഒന്ന് മനസ്സിലാക്കിയാൽ ആറന്മുളയെ സംരക്ഷിച്ചു നിർത്തിയത് ഈ പുഞ്ചപ്പാട് ശേഖരങ്ങൾ തന്നെയാണെന്നും കൂടിയാണ് കുമ്മനം രാജശേഖരൻ ചൂണ്ടിക്കാണിക്കുകയും ചെയ്യുന്നത്. ഒരു കാര്യം കൂടി ഭരണാധികാരികൾ ഓർത്തു വെച്ചുകൊള്ളാൻ കൂടി കുമ്മനം രാജശേഖരൻ പറഞ്ഞു വെക്കുകയും ചെയ്യുന്നു. അതായത് നിലവിൽ നാളെ ഈ തണ്ണീർത്തടങ്ങൾ നികത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായാൽ അതിന് കനത്ത മറുപടി പറയേണ്ടി വരിക ഭരണകൂടങ്ങളായിരിക്കും. എന്തായാലും കൊടുമണ്ണും അടൂരും അടക്കം ഏക്കർ കണക്കിന് ഭൂമി കിടക്കുമ്പോഴാണ് ഇത്തരത്തിൽ വിമാനത്താവള പദ്ധതി ആറന്മുളയിൽ തന്നെ നടപ്പിലാക്കണമെന്ന് എന്തിനാണ് ഈ ജനപ്രതിനിധികൾ വാശി പിടിക്കുമെന്ന ഒരു ചോദ്യം കൂടിയാണ് കുമ്മനം രാജശേഖരൻ ഉയർത്തുന്നത്. എന്തായാലും നമുക്കറിയാം, റാന്നിയിലടക്കം പ്രളയ സാധ്യത നിലനിൽക്കുന്ന ഈ സാഹചര്യത്തിൽ പോലും ആറന്മുളയെ താങ്ങി നിർത്തിയതും രക്ഷയായതുമെല്ലാം തന്നെ ഈ തണ്ണീർത്തടങ്ങളും പാടശേഖരവും ആണെന്നതിൽ നിസ്സംശയം പറയേണ്ടിയിരിക്കുന്നു. കൃഷ്ണരാജ്.